അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നന്മയെ ജീവിതത്തിൽ വളരെ സജീവമാക്കി ജീവിതം ധന്യമാക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൻ്റെ കാരുണ്യത്തിൻ്റെ പത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കാരുണ്യത്തിൻ്റെ പത്ത് നമ്മളോട് വിട ചോദിക്കാൻ നിൽക്കുന്ന ഒരു സമയം കൂടെയാണല്ലോ. എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം? റഹ്മത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ആ പ്രാർത്ഥന, ആ ഒരു ദിക്ർ നമ്മുടെ നാവുകളെ സജീവമാക്കട്ടെ. നമ്മുടെ നാവുകളെ എപ്പോഴും അത് നനച്ചുകൊണ്ടേയിരിക്കട്ടെ. അങ്ങനെ റബ്ബിൻ്റെ കാരുണ്യം നമുക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കണം. റബ്ബിൻ്റെ കാരുണ്യമാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനം. കാരുണ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടതാണ്. കാരുണ്യത്തിൻ്റെ ആ ഒരു മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ വളരെ കഠോരമായ മനസ്സിൻ്റെ ഉടമകളായി അവർ മാറുകയും അവരിൽ നിന്ന് വല്ലാത്ത കുഴപ്പങ്ങളും ഫിത്നകളും ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്, സംശയമില്ല. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് എപ്പോഴും അത് ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അത് പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളിലൂടെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് കാരുണ്യം. കാരുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എപ്പോഴും കാരുണ്യത്തെയാണ് നമ്മളൊക്കെയും ഏത് സമയത്തും നമ്മളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ. അള്ളാഹിൻ്റെ റസൂൽ കാരുണ്യമായിട്ടാണ് ഈ ഭൂമിലോകത്തേക്ക് വന്നതെങ്കിൽ അവിടെ നിന്ന് കാരുണ്യമാണ് പഠിപ്പിച്ചത്. അവിടെ നിന്ന് പഠിപ്പിച്ചതും കാരുണ്യമാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനിക്ക് കാരുണ്യത്തോടെ വർത്തിക്കാൻ മാത്രമാണ് ഇസ്ലാം അനുമതി നൽകുന്നതുള്ളൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വഹാബത്തിനോട് ചെയ്ത ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഒരിക്കലും കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. കാരണം ശത്രുവിൻ്റെ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. അതൊരു പക്ഷേ ശത്രുവിൻ്റെ കുട്ടിയാണ്, ആ കുട്ടി നിരപരാധിയാണ്. എത്ര സുന്ദരമായ ആശയമാണ്. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മരങ്ങളെ നിങ്ങൾ മുറിച്ച് കളയരുത്. അതുപോലെ മൃഗങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്. അവരൊക്കെ പാവങ്ങളും നിരപരാധികളുമല്ലേ. എന്തിനവരോട് നമ്മൾ അക്രമം കാണിക്കണം എന്നതാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ചെയ്ത ഉപദേശം. അങ്ങനെ ചെയ്തിട്ടല്ല, ചെയ്യരുത് എന്ന് നബി തങ്ങൾ അവർക്കൊരു മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ് ദീൻ ഇവിടെ വളർന്നത്. കാരുണ്യത്തിലൂടെയാണ് ദീൻ വളർന്നത്. നമുക്കറിയാം, ബദർ വിജയിച്ചുവെങ്കിലും ഉഹുദ് യഥാർത്ഥത്തിൽ പരാജയമായിരുന്നല്ലോ. എന്നിട്ട് പോലും ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായി വധിച്ച വഹ്ശി എന്ന് പറയുന്ന ആൾ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ക്ഷമാപണമായി വരുമ്പോൾ ആ ആളെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി എന്നുള്ളതാണ് റസൂലുള്ളാഹിൻ്റെ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, അതാണ് ഇസ്ലാം എന്ന് പറയുന്നതാണ്. എപ്പോഴും ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വാക്കിന് തന്നെ സമാധാനം എന്നൊരർത്ഥമുണ്ടെങ്കിൽ ആ സമാധാനമാണ് കാരുണ്യം. സമാധാനത്തിലൂടെയാണ് അത് സജീവമാകുന്നത്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട്, ആ മുസ്ലിമിനോട് ഈ സലാം പറയുന്ന ആൾ ചെയ്യുന്ന ഒരു ആശംസ, ഒരു പ്രാർത്ഥന എത്രത്തോളം വലുതാണ്. നിൻ്റെ മേൽ അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. ഒന്ന്, നിൻ്റെ മേൽ അള്ളാഹിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ. മൂന്നാമത്, അള്ളാഹുവിൻ്റെ ഐശ്വര്യവും നിൻ്റെ മേൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. ഇത് പറയുമ്പോൾ വഅലൈക്കുമുസ്സലാം എന്ന് തിരിച്ചു പറയുമ്പോൾ നിങ്ങളുടെ മേലിലും അങ്ങനത്തെ അള്ളാഹിൻ്റെ രക്ഷയും കാരുണ്യവും
ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അവരുടെയും കാരുണ്യത്തിനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാരുണ്യം ഒരു പ്രധാനമാണ്. കാരുണ്യം അത് റഹ്മത്താണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്നത് കാരുണ്യത്തിൽ നിന്ന്. റഹീം, നമ്മളൊക്കെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ഗർഭപാത്രത്തിന് ഇവിടെ റഹീം എന്നുപയോഗിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധത്തിനും സിലത്തുറഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ ബന്ധങ്ങളാണ്, വലിയ ഓരോ കണ്ണികളാണ്, കാരുണ്യത്തിൻ്റെ ഓരോ വഴികളാണ്. ഇവിടെയൊക്കെ കാരുണ്യങ്ങളുണ്ട്. അയൽവാസികളോട് കാരുണ്യത്തോടെ പെരുമാറണം. എന്തുകൊണ്ട്? കാരണം അയൽവക്ക ബന്ധത്തിൻ്റെ ശക്തിയാണ്. കുടുംബത്തോട്, മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, പാവപ്പെട്ടവരോട്, യതീമുകളോട്, രോഗികളോട്, കഷ്ടപ്പെടുന്നവരോട്, ഇവരോടൊക്കെ കാരുണ്യത്തോടെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ഒരിക്കലും ഇസ്ലാം മതം ഒരു കൂട്ടം ആളുകളോടും, ഏതൊരു മതവിഭാഗമാവട്ടെ, അവരോടൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ മതാനുയായികൾ ഒരിക്കലും അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം അവർക്ക് സാധ്യവുമല്ല. ഒരു ന്യൂനപക്ഷം ആളുകൾ അവരെ ആക്രമിക്കാൻ ഒരിക്കലും ഇസ്ലാം കൽപ്പിക്കുന്നില്ലല്ലോ. ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ സ്വഹാബികൾ പല നാടുകളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധകരായ സ്വഹാബി വര്യന്മാരോട് കൊടുത്ത ഉപദേശം, സത്യം പറയലാണ് നിങ്ങളുടെ ബാധ്യത, അത് സ്വീകരിക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ്, അവരിൽ നിന്നുണ്ടാവേണ്ടതാണ്, നിങ്ങൾ പറയലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും കാരുണ്യത്തോടെയാണ് അവരൊക്കെയും ഈ ഒരു പ്രബോധന മേഖലയും കണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് ഓരോ കാര്യവും തൊഴിലെടുക്കുന്ന തൊഴിലാളിയോട്, അതുപോലെ അങ്ങനത്തെ തൻ്റെ കീഴിലുള്ള തൻ്റെ ഭാര്യയോട്, മക്കളോട്, എല്ലാവരോടും കാരുണ്യത്തോടെ പ്രവർത്തിക്കാൻ ഒരു മുസ്ലിമിനെ പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ്, ഇബാദത്ത്, നിസ്കാരങ്ങൾ എല്ലാറ്റിലൂടെയും റബ്ബ് ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു തആല ഇവിടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അങ്ങനെയാണ്. അപ്പോഴല്ലേ ഒരു മുസ്ലിം ആകുകയുള്ളൂ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? കാരുണ്യമാണ്. ഒരു മുസ്ലിമിനും തന്നെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുത് എന്നല്ലേ ദീന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, കാരുണ്യം നമ്മളിലേക്ക് അല്ലാഹു ഇറക്കി തരട്ടെ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം. പടച്ചവനെ, കാരുണ്യം കൊണ്ട് റബ്ബേ, കാരുണ്യം കൊണ്ട് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാരുണ്യമാണ് ചോദിച്ചു വാങ്ങേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ